ഹലോ, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? രാവിലെ നല്ല മഞ്ഞും ഉച്ചയ്ക്ക് ചെറുങ്ങനെ ഒരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മഞ്ഞുണ്ട്. ഇന്നലെ നല്ല മഞ്ഞായിരുന്നു ജോലിക്ക് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീട് കഴിഞ്ഞ് അടുത്ത വീട്ടിലോട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിലാണ് കേട്ടോ. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം എല്ലാം ചെറുങ്ങനെ ചൂടുണ്ട് കേട്ടോ. ചെറിയ ചൂട് അത്രേ ഉള്ളൂ. ചൂട് എന്ന് പറയാനില്ല, പക്ഷെ ഉച്ചക്കൊരു ചൂട് ചെറുങ്ങനെ ഉണ്ട്. ഇപ്പോൾ ടാക്സിയിലാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു വീട്ടിലത്തെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ റൂമിൽ കയറും കേട്ടോ. അപ്പോൾ ചില സമയം കയറില്ല, നേരെ അടുത്ത വീട്ടിലോട്ട് പോകും. പിന്നെ അതും കൂടി തീർത്ത് വരുമ്പോഴത്തേന് ഒരു വൈകുന്നേരം ആവും കേട്ടോ. അപ്പം അങ്ങനെ പോവുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഒരു വീട്ടിലത്തെ കഴിഞ്ഞ് റൂമിൽ കയറിയാൽ പിന്നെ ചെറുങ്ങനൊരു മടിയാവും കേട്ടോ. അപ്പോൾ നമ്മളെ സമയം വെറുതെ പോകും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ വേറൊരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ പണി അങ്ങ് കഴിയും. പക്ഷെ ഇടയ്ക്ക് ഒരു മടിയാണ്. ഇടയ്ക്ക് ഇപ്പോൾ റൂമിൽ കയറി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ പോകും. അതാണ്. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ 20,000 സബ്സ്ക്രൈബറായി നമുക്ക്. അപ്പോൾ നിങ്ങളോട് പിന്നെ പറയണ്ടേ, നമുക്ക് സബ്സ്ക്രൈബർ എത്ര ആയിന്ന്. 2 വർഷമായിട്ടോ ഞാൻ തുടങ്ങിയിട്ട്, യൂട്യൂബ് തുടങ്ങിയിട്ട് ജനുവരി വന്നപ്പോൾ 2 വർഷം കഴിഞ്ഞു. ജനുവരി, ഇത് ജനുവരി അല്ലേ? ഇത് ജനുവരി ആണല്ലോ അല്ലേ? ഈ ജനുവരി 9 ആയപ്പോൾ 2 വർഷമായിട്ടോ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബർ ആണെങ്കിലും ആരെങ്കിലും എല്ലാവരും കാണുന്നതല്ല കേട്ടോ. ആദ്യം 2, 3, 4, 10 ആൾക്കാരെല്ലാം കാണുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ഇടുള്ളൂ. ഡെയിലി ഇതേപോലെ വീഡിയോ ഇടൂല്ലോ കേട്ടോ. എപ്പോഴെങ്കിലും അല്ല ഞാൻ വീഡിയോ ഇടുള്ളൂ. ഇപ്പം എനിക്ക് വീഡിയോ ഇടുന്നുള്ള നല്ല മൈൻഡ്. എന്താന്ന് പറഞ്ഞാൽ ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ ഒരു നമ്മൾ സബ്സ്ക്രൈബർ ആവുന്നത്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, നമുക്ക് കമൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോ കാണുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല. അപ്പോൾ പിന്നെയും നമുക്ക് പിന്നെ വീഡിയോ ഇടാൻ തോന്നും. അപ്പം ഞാനിത് പുട്ട് കുഴക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ പുട്ടും പൊടിയാണ് കേട്ടോ ഉപയോഗിക്കല്. നമ്മൾ മറ്റേ ഇല്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണ്ടേ, അങ്ങനെ 20,000 സബ്സ്ക്രൈബർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും അങ്ങോളം വേണം. പിന്നെ അങ്ങോളം വേണം, എന്നാലേ നമുക്ക് വീഡിയോ എല്ലാം ഇടാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? കണ്ണിനൊരു വേദന, എന്താ അറിയില്ല ഈ കണ്ണിന്. ഇന്നലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. രാത്രി നല്ല മഴയായിരുന്നു. പിന്നെ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ജനുവരിയും ഇന്ന് ഇത്ര ആയി. വർഷങ്ങളും മാസങ്ങളും എല്ലാം പെട്ടെന്ന് പോവുകയാണല്ലേ. ഇനിയിപ്പോൾ നോമ്പായി, നോമ്പ് കഴിഞ്ഞ് പെരുന്നാളാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ വേറെ വീഡിയോകളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് എല്ലാവരോടും ഞാൻ നന്ദിയുണ്ട്. ഇന്ന് വീഡിയോ ഒന്നും ഇല്ല. നാട്ടിൽ ഇന്ന് 2 മരണമെല്ലാം ഉണ്ട്. അപ്പോൾ വേറെ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് പിന്നെ 20,000 ആയതിൻ്റെ നിങ്ങളോട് പറയണ്ടേ, നിങ്ങൾ അറിയണ്ടേ. 20,000 കുടുംബങ്ങളാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ
എന്താ പറയാല്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ആരൊക്കെയോ നമ്മളെ കൂടെ ഉണ്ട്, അങ്ങനെ ഒരു തോന്നല്. ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ സ്നേഹിക്കാൻ ആളുണ്ട്, നമ്മളെ വിഷമങ്ങൾ അറിയാൻ ആളുണ്ട്. അതേപോലെ തന്നെ കമന്റ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ചോറ് ഫുഡ് കഴിച്ചോ, താത്ത സുഖാണോ, ഇങ്ങനെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ നമ്മളെ സ്നേഹിക്കാനുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരാണല്ലോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇപ്പെല്ലാം നമുക്ക് ഇങ്ങനെ ആൾക്കാർ പറയുന്നതൊക്കെ ടെൻഷൻ അടിക്കണ്ട, എന്ത് വിഷമം ഉണ്ടാവും, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ കരഞ്ഞു പോകും, സങ്കടാവും. അപ്പോൾ ഇപ്പെല്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇപ്പം എനിക്ക് ഇതിൽ പറയണം തോന്നുക, നിങ്ങളെ അറിയിക്കണം തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു പിന്നെ തോന്നലല്ല, ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ കമൻറ്റും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാനിന്ന് വേറൊന്നും പറയുന്നില്ല. ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് മരിച്ചിട്ടല്ലുള്ളത്. 2 മരണം ഇന്നൊരു ദിവസമുണ്ട് നാട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ടെൻഷനും കാര്യമെല്ലാം ഉണ്ട്. കുറച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യാം. നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. പിന്നെ സുഖമില്ലാതെ കിടക്കിയായിരുന്നു. പിന്നെ ഒന്ന് നമ്മളെ അയൽവാസിയുമാണ്. അപ്പോൾ എല്ലാവരും രാത്രി വിളിച്ചായി കൊടുക്കാൻ ദുആ ചെയ്യാം. അപ്പോൾ പഠിച്ചവന് എല്ലാവർക്കും ആയുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാം. അത്രയേ ഉള്ളൂ. ചെറിയൊരു ടെൻഷൻ ഉണ്ട് മരിച്ചെന്ന് പറഞ്ഞു. ഓക്കെ.